വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ஒரு பொண்ணு எது செய்யலான்னு 5 இருக்கு, இதை செய்யக்கூடாதுன்னு 50 இருக்கு. சிம்பிள். ബാക്ക് പെക്കർ അരുണിമ അഡ്വഞ്ചർ ട്രാവൽ വ്ളോഗറാണ് പുള്ളിക്കാരത്തി. അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ അഡ്വഞ്ചർ ഒന്നും അല്ല. ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണ് ഈ പെങ്കൊച്ചിന്റെ വീഡിയോസ്. ഇതൊക്കെ എന്ത് ട്രാവൽ ചെയ്യുന്ന രീതി തന്നെ അങ്ങനെയാണ്. ഹിച്ചൈക്ക് ചെയ്യുക. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ കൂടെ എന്താ പറയാ, വണ്ടിയുടെ പുറകിൽ, ബൈക്കിന്റെ പുറകിൽ, ലോറിക്കകത്തേക്ക് കയറി ഓരോ സ്ഥലത്ത് പോവുക, കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുക, കിട്ടുന്ന ആഹാരം കഴിക്കുക. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിതമാണ്. ഒരു വഴി വല്ലാത്ത ജീവിതമാണ്. ഓരോ ശരീരഭാഗത്തും അവരിത് തേക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെ ഞാനും. എന്റെ യാത്രയിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. പുള്ളിക്കാരത്ത് പറയുന്നുണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാണ്. എല്ലാ ദിവസവും ഡിഫറെന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തി അതിന്റെ റീസൺസും പറയുന്നുണ്ട്. ഇവിടെ നാട്ടില് തുണി അഴിച്ച് പൈസക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ കിടന്ന് കുറുന്താളിക്കുന്ന അമ്മച്ചിമാരുടെ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും വന്ന് കാണാൻ നിൽക്കരുത്. അതും ഇതുകൂടെ കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങോട്ട് കണ്ടപ്പോഴാണ് ചില അണ്ണന്മാരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം അങ്ങോട്ട് തള്ളി വന്നത്. നമുക്ക് കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. ബ്ലർ ചെയ്യാതെ പെയ്ഡ് ആപ്പ് ഉപയോഗിച്ച് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഹോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവൻ പിന്നെ എവിടുന്നാണ് കണ്ടത്? ഇങ്ങനെ കടിമൂത്ത് നിൽക്കുന്നവന്മാരെ അങ്ങാണ്ട് ഊക്കാൻ വേണ്ടി ഇട്ട കമന്റ് അങ്ങാണ്ടാണ്. അതിന്റെ അടി വേറെ ഏതോ ഒരു മോൻ പോയി ചോദിച്ചേക്കുന്നു ഏതാ ആപ്പ്. ഒരു നാണവുമില്ലാതെ ഡ്രസ് ഇല്ലാതെ അവരുടെ മുന്നിൽ എന്തിനാ ബ്ലർ ആക്കുന്ന ഞങ്ങളും കാണട്ടെ. ഇന്ന് ഞാൻ വാണം വിട്ട് മരിക്കും. നീ മരിക്കുന്നതാ നല്ലത്. ഇങ്ങനെയുള്ള அபார்ஷன் பண்ண வந்தாலோ இல்ல அரைக்குறைய ட்ரெஸ் பண்ணிட்டு வந்தாலோ இல்ல அவுத்து போட்டு வந்தாலோ அவன் நல்லவளோ கெட்டவளோ ഓമ്മയിരക്ക് എന്നടാ വന്നിച്ച്. നിന്നെ സൃഷ്ടിച്ച 3-4 തുള്ളി തന്നെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞായിരിക്കും നിന്റെ അപ്പം ഇപ്പൊ ഒരു വീട്ടിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? ആ സമയത്ത് അങ്ങേര് പോയി വല്ല മാവും വെച്ചായിരുന്നെങ്കിൽ അതിനകത്തുനിന്ന് മാങ്ങയും തിന്നോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ മാങ്ങയും ഇല്ല, മാങ്ങാണ്ടിയും ഇല്ലാത്ത അവസ്ഥയായി കാണും അങ്ങേർക്ക്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കും.